വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും എക്സാമിന്റെ തിരക്കിലാണ് അല്ലേ. അപ്പോൾ ഇന്റഗ്രേഷനിൽ എപ്പോഴും ചോദിക്കാറില്ല, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സംഭാഷണം തയ്യാറാക്കാം എന്നുള്ളത്. എന്താണ് ഈ സംഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു സംഭാഷണം തയ്യാറാക്കുന്നത്? ഒന്നുമില്ലടാ, നമ്മളെല്ലാവരും പരസ്പരം സംസാരിക്കാറില്ലേ? യെസ്, നമ്മുടെ ഡയലോഗുകളൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് എഴുതുന്നത് തന്നെയാണ് എന്ത് നമ്മുടെ ഈ സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ എഴുതുന്ന കാര്യങ്ങളിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ സംഭാഷണത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾക്ക് സംഭാഷണം തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ നന്നായിട്ട് നമ്മൾ ആ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന്. ആ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡയലോഗുകൾ അല്ലെ, ബാക്കിയുള്ള സംഭാഷണം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമ്മളായിരുന്നെങ്കിൽ എന്താണ് പറയുക എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മുത്തശ്ശിയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ പേരക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ്. അത് നമുക്ക് എങ്ങനെയോ മനസ്സിലാവുന്നത്? ഇത് വായിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അമ്മൂനെയും നമ്മൾ കാണുന്നുണ്ട്, ഒരു മുത്തശ്ശിയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അമ്മ എന്താ പറയുന്നത് മുത്തശ്ശിനോട്? മുത്തശ്ശി, ദിവസവും 2 നേരം കുളിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അമ്മു ചോദിക്കുകയാണ് അല്ലെ മുത്തശ്ശിന്റെ അടുത്ത്. അതിന് മറുപടിയായിട്ട് മുത്തശ്ശി എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക്. ഉണർവിനും ഉന്മേഷത്തിനും പിന്നെ ദേഹം വൃത്തിയാക്കാനും അല്ലെ. മുത്തശ്ശി അമ്മുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനാണ് ദിവസവും നമ്മൾ 2 നേരം കുളിക്കണം എന്ന് പറയുന്നത് എന്ന് അല്ലെ. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അപ്പൊ അടുത്തതായിട്ട് അമ്മു ചോദിക്കുകയാണേ, ശരി, പല്ല് തേച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അത്രയേ ഉള്ളൂ അല്ലെ. അത്രയും കാര്യങ്ങളെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ബാക്കി കണ്ടോ നിങ്ങൾ? ബ്ലാങ്ക് ആയിട്ട് അല്ലെ, ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയും വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ മുത്തശ്ശിയും പേരക്കുട്ടിയും അല്ലെ അമ്മുവും തമ്മിൽ സംസാരിക്കുന്നത് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അല്ലെ, വൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളാണ് അമ്മു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മുത്തശ്ശിയായിട്ട് നിങ്ങൾ ഈ കാര്യം സംസാരിക്കുകയാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ആലോചിച്ചിട്ട് എന്തെഴുതിയാൽ മതി? ബാക്കി സംഭാഷണം നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൂർത്തിയാക്കിയാൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം അല്ലെ. അടുത്തതായിട്ട് മുത്തശ്ശി പറയാണ്, ദിവസവും പല്ല് തേച്ചില്ലെങ്കിൽ പല്ല് കേടുവരും. ശരിയല്ലേ, നമുക്കറിയുന്ന കാര്യമാണ്. അത് നമ്മളൊരു സംഭാഷണമായിട്ട് എന്ത് ചെയ്തു, മാറ്റി എന്നേ ഉള്ളൂ. അടുത്ത നോക്കിയേ, അമ്മു ചോദിക്കുകയാണ്, എന്തിനാ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാൻ പറയുന്നത്? നമുക്കൊക്കെ അനുഭവം ഉണ്ടല്ലേ, നമ്മളോട് എല്ലാവരും പറയാറുണ്ട് കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, കൈ കഴുകണം എന്ന്. അപ്പൊ അത് എന്തിനാന്ന് അമ്മുവിന്റെ ഒരു സംശയമായിട്ട് മുത്തശ്ശിനോട് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറയും, ഇല്ലെങ്കിൽ കയ്യിലുള്ള അഴുക്ക് നമ്മുടെ വയറ്റിലെത്തും. ശരിയല്ലേടാ, കയ്യിൽ ഒരുപാട് അഴുക്ക് പറ്റിയിട്ടുണ്ടാവില്ലേ? നമ്മൾ കൈയൊന്നും കഴുകാതെയാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് അതേപോലെ എവിടെ എത്തും? നമ്മുടെ വയറ്റിലെത്തും. അപ്പൊ മുത്തശ്ശി അത് അമ്മുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത നമ്മുടെ അമ്മു ചോദിക്കുകയാണ്, അതുകൊണ്ട് എന്താ കുഴപ്പം മുത്തശ്ശി? ഇങ്ങനെ ഇപ്പൊ അണുക്കളൊക്കെ അല്ലെങ്കിൽ അഴുക്കൊക്കെ വയറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ അതുകൊണ്ടൊരു പ്രശ്നം എന്ന് അമ്മു ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറയാണ്, അണുക്കൾ ശരീരത്തിൽ എത്തിയാൽ രോഗം വരില്ലേ അമ്മു? അമ്മുവിനോട് ചോദിക്കുകയാണ്, നീ സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കുന്നില്ലേ? അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, വയറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? പല തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടും അല്ലേ. അപ്പൊ അമ്മു പറയാണ്, മുത്തശ്ശി പറഞ്ഞത് ശരിയാ, ഞാൻ ഇതൊക്കെ അനുസരിക്കും. മുത്തശ്ശി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി ഞാൻ ഇതൊക്കെ അനുസരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ യെസ് കേട്ടിട്ട് അവിടെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഈ സംഭാഷണം എന്ന് പറയുന്നത് മുത്തശ്ശിയും അമ്മുവും തമ്മിലുള്ളതായിരുന്നു. ഇതേപോലെ ഏതൊരാൾ തമ്മിലുള്ള സംഭാഷണം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അവര് തമ്മിൽ സംസാരിക്കുകയാണെന്നുള്ള ആ ഒരു ബോധം അല്ലെ, ആ ഒരു തിരിച്ചറിവ് മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതി ചേർത്താൽ മതി. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ ഇതേപോലെയുള്ള അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.